ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ മാജിക് മെഷ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ 390 എടുത്തിട്ടുണ്ടായിരുന്നു. 390ക്ക് ചെറിയൊരു പണി വന്നു. അപ്പം അത് റെഡിയാക്കുന്നത് ഫുൾ കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. 390 എടുത്തിട്ട് ഫസ്റ്റ് പണി കിട്ടിയിരിക്കുകയാണ്. അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ സീല് പോയി. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഓയിൽ പോയി. പിന്നെ ഇവിടെയൊക്കെ ഓയിൽ ആയിട്ടുണ്ട്. അങ്ങനെ ഇവിടെയൊക്കെ ഡസ്റ്റ് മണ്ണൊക്കെ കയറിയിരിക്കുന്നുണ്ട്. അത് എന്നിട്ട് ഓയിൽ ഇത് സ്റ്റമ്പിൽ സ്ക്രാച്ച് ആവാൻ സാധ്യതയുണ്ട്. സ്ക്രാച്ച് ആയിക്കഴിഞ്ഞാൽ സ്റ്റമ്പ് മൊത്തത്തിൽ തന്നെ മാറേണ്ടി വരും. അതിന് ഭയങ്കര പൈസ ആയിരിക്കും. അതുകൊണ്ട് ഇത് സ്റ്റമ്പ് പോയിട്ട് കുറച്ച് ദിവസമായി. അങ്ങനെ വണ്ടി എടുക്കാതെ അങ്ങനെ വച്ചിരിക്കുന്ന അഴുക്കുകളാണ് എല്ലാം. ഇപ്പം ഇന്ന് തന്നെ കുറച്ച് പൈസ എവിടെ നിന്നെങ്കിലും സെറ്റ് ചെയ്തിട്ട് സ്റ്റമ്പ് റെഡിയാക്കണം. സർവീസ് ചെയ്തിട്ട് വണ്ടി എങ്ങനെയെങ്കിലും കടയിൽ കൊണ്ടുപോയിട്ട് ശരിയാക്കാം. അങ്ങനെ വണ്ടി ഒന്ന് അടിപൊളിയായി വാഷ് ചെയ്തുകൊണ്ട് വീടിൻ്റെ വെളിയിൽ വെച്ചിരിക്കുകയാണ്. അപ്പം ഇവിടുത്തെ പൊടിയും കാര്യങ്ങളൊക്കെ പോയി വാഷ് ചെയ്തപ്പോഴേ ഇവിടെ നിന്ന് ഇനി പൈസ ഫണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇനി ഇവിടെ നിന്ന് ദൂരെ പോകാനുള്ള പെട്രോൾ എന്തായാലും ഉണ്ട്. ഞാൻ നേരത്തെ അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു 3 കട്ട പെട്രോൾ എന്തായാലും ഉണ്ട്. അപ്പം പെട്രോൾ ഇത് മതിയാവും. അപ്പം ശരിയാക്കാനുള്ള ഫണ്ട് മാത്രം റെഡിയാക്കി പോവുകയാണ്. ഫണ്ട് റെഡിയാക്കിയത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫണ്ട് റെഡിയാക്കിയതും കാര്യങ്ങളൊക്കെ നമ്മൾ V3യിൽ നേരത്തെ കാരിയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് സെയിലടിച്ച്. പിന്നെ ബെൻഡ് പൈപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും സെയിലടിച്ചു. വാങ്ങിയ പൈന തന്നെ തിരിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഫണ്ട് തരാൻ ഡിലേ ആണ്, 2-3 ദിവസം കഴിയുമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഒരു സീനിയർ ചേട്ടൻ ഉണ്ടായിരുന്നു, IT പഠിച്ച്. ആ ചേട്ടനോട് ഒന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ ചേട്ടൻ ഫണ്ട് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ ഫണ്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ വണ്ടി റെഡിയാക്കാൻ പോവാം. അപ്പോൾ വണ്ടി എടുക്കാതെ വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ മോട്ടോ വ്ളോഗും കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. GoPro ഇല്ല, ചേട്ടൻ്റെ കയ്യിലാണ്. അപ്പം മോട്ടോ വ്ളോഗ് ചെയ്യുന്നില്ല. അവിടെ പോയിട്ട് ചെറിയ വീഡിയോസ് മാത്രം എടുക്കുന്നതായിരിക്കും. അപ്പോൾ വലുതായിട്ട് അവിടെ പോയി കാണിക്കുന്നില്ല. ഞാൻ ഷോപ്പ് ഏതാണെന്ന് പറഞ്ഞാൽ അവിടെ നല്ല വില കുറച്ച് ഞാൻ മുമ്പിലും ഇവിടെ നിന്ന് വണ്ടിയിൽ പണി, ചെയിൻ സ്പ്രോക്കറ്റ് അവിടെ നിന്നാൽ അറിയാം, ഷോക്ക് അബ്സർ അവിടെ നിന്നാൽ അറിയാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ല റേറ്റ്, ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മാന്യമായിട്ട് തന്നെ വാങ്ങിച്ചത്. GST കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ലേബർ മാന്യമായിട്ടാണ് വാങ്ങിച്ചത്. അപ്പം നേരെ ആ ചേട്ടൻ്റെ കടയിൽ തന്നെ ഞാൻ ചോദിച്ചായിരുന്നു വിളിച്ച്. അപ്പം കൊണ്ടുപോകാം തമ്പി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറാൻ പോവുകയാണ്. അപ്പം വണ്ടി എടുത്തിട്ട് കുറച്ച് ദിവസമായി, ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. ന്യൂട്രിട്ട് ന്യൂട്രിടാനാണ് പാട്. ന്യൂട്രിട്ട് രണ്ട് സ്റ്റാർട്ട്. ന്യൂട്രായില്ലേ, ബാറ്ററി എല്ലാം ഡൗൺ ആയോ? സെൽഫ് എടുക്കുന്നില്ല. സ്റ്റാൻഡാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എന്ത്, ക്ലച്ച് പിടിച്ച് ഒരെണ്ണം അടിച്ചു നോക്കാം. ക്ലച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ ന്യൂട്രായതില്ല, ഇപ്പം ന്യൂട്രായി. സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ വിട്ടിട്ട് ഒരു മിനിറ്റ്. ഇനി നമുക്ക് നേരെ ഞാൻ അവിടെ ഷോപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് 2-3 ചെറിയ ക്ലിപ്പായിട്ട് ഇടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ റേറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ബൈ. ടയറും ചെറുതായിട്ട് തേഞ്ഞ് കൊണ്ടുവന്ന വഴിയിൽ അപ്പം ചെറുതായിട്ട് സ്ക്രാച്ച് ഒന്നും ആയില്ലെന്ന് വിചാരിക്കുന്നു. ഓയിലൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട്, നല്ലപോലെ ഓയിൽ പോകുന്നുണ്ട്. അപ്പം സ്ക്രാച്ച് ആയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയൊക്കെ നല്ലപോലെ ഓയിൽ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഷോപ്പിൽ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഷോപ്പ്, മോട്ടോ പ്ലാനറ്റ്. നമ്മുടെ അതാണ് റെഡിയാക്കുന്ന ചേട്ടൻ്റെ ആണ് ഷോപ്പ്. അങ്ങനെ വണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. അവിടുത്തെ ഓണർ ചേട്ടൻ വണ്ടി ഒന്ന് ഓട്ടിക്കാൻ പോയി, വേറെ വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. 2 സൈഡിലുള്ള ഓയിൽ സീല് മാറ്റിയിട്ടുണ്ട്. 2 സൈഡിലുള്ള ഓയിൽ സീല് മാറ്റാൻ എനിക്ക് വെറും 1650 രൂപയാണ് ആയിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതോടെ വീഡിയോ അവസാനിക്കുന്നു. KTM ഉള്ള നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരും. ബൈ.